ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 31-ാം വാരം ബുധനാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ 14-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. സ്നേഹത്തിൻ്റെ സന്ദേശവുമായി വന്ന് ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വെറുക്കണം. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും തന്നെ വെറുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. തുടർന്ന് ക്രിസ്തു കുറച്ച് ഉപമകൾ പറയുന്നുണ്ട്. ശിഷ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്തു വെറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ഇതിൻ്റെ കാരണം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ ആദ്യത്തെ വാക്യത്തിലുണ്ട്. വചനം ഇപ്രകാരമാണ്: അക്കാലത്ത് വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ അടുത്ത് വന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ജനക്കൂട്ടത്തിന് പല ഉദ്ദേശങ്ങളാണ്. കുറച്ചു പേർക്ക് രോഗശാന്തി വേണം, കുറച്ചു പേർക്ക് കർത്താവ് പറയുന്ന വാക്കുകൾ കേൾക്കണം, കുറച്ചു പേർക്ക് അത്ഭുതങ്ങൾ ദർശിക്കണം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അജണ്ട വെച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വരുന്ന ആളുകളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ വെറുക്കണം. എന്തിനാണ്? നിങ്ങളുടെ എല്ലാ അജണ്ടയ്ക്കും പിന്നാലെ ഒരു കാരണമുണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തേതായിട്ടുള്ള എന്തെങ്കിലും ബാധ്യതകളോട്, ഉത്തരവാദിത്തങ്ങളോട് ബന്ധമുള്ളതായിരിക്കും. കർത്താവ് പറയുന്നു, അതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. എന്താണ്? എന്നെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി മാത്രം. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നതിന് എന്തൊക്കെ അജണ്ടകളുണ്ട്. ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരാണ്. എന്തിനാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്? എന്തെങ്കിലും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്, പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട്, സമാധാനം കിട്ടാൻ വേണ്ടി, എന്തൊക്കെയോ കുറേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട്, അജണ്ടകൾ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരാതെ സ്നേഹത്തോടു കൂടെ കർത്താവിൻ്റെ ഒപ്പമായിരിക്കുന്ന നിമിഷങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്, സ്നേഹത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് സ്നേഹത്തോടു കൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെലവഴിക്കുന്ന പ്രാർത്ഥനാ നിമിഷങ്ങൾ പലപ്പോഴും എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറിപ്പോകുന്നുണ്ട്. കർത്താവ് അതൊക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അങ്ങേ സ്നേഹിക്കുന്ന നിമിഷങ്ങളാക്കി അതിനെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.